Dears, once again welcome back to Lovely Shouts. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കറിയാം പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ PSC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നമുക്കറിയാം പല ക്വസ്റ്റ്യൻസും വ്യത്യസ്ത എക്സാമുകളിൽ ആവർത്തിച്ച് വരുന്നത് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ സീരിയസ് ആയിട്ട് എക്സാമിന് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആവർത്തന ചോദ്യങ്ങൾ പഠിക്കുക എന്നുള്ളത് വളരെയധികം അത്യാവശ്യമാണ്. ആവർത്തന ചോദ്യങ്ങൾ പഠിക്കുന്നതിലൂടെ ക്വസ്റ്റ്യൻസ് ഏത് രീതിയിലാണ് വരുന്നതെന്നും ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിലാണ് ആവർത്തിക്കുന്നതെന്നും നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ നമ്മുടെ ചാനലിൽ 2023 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും പുതിയ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 20 ക്വസ്റ്റ്യൻസാണ്. വരുന്ന വീഡിയോകളിലൂടെ നമ്മൾ മറ്റു ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നോക്കാം, ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. 1, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? അതായത് ISROയുടെ അധികാരിയായിട്ട് 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? ആൻസർ നമുക്കറിയാം, എസ് സോമനാഥാണ്. 2022 ISROയുടെ അധികാരിയായിട്ട് നിയമിക്കപ്പെട്ട വ്യക്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേരെന്ത്? വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ എ, ലീലാതിലകം. ലീലാതിലകമാണ് വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വ്യാപാര വിനിമയ തന്ത്രങ്ങൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏതു ഘടകവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏതു ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? താഴെ തന്നിരിക്കുന്നതാണ് വിപണനം, പ്രചാരണം, പരസ്യം, ബ്രാൻഡിംഗ്. ആൻസർ വിപണനം. അപ്പോൾ വ്യാപാര വിനിമയ തന്ത്രങ്ങൾ വിപണനവുമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്, വിപണനം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി അല്ലെങ്കിൽ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിൻ്റേതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിലാണ്? ആൻസർ ചൈന. ചൈനയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, പരിസ്ഥിതി. പരിസ്ഥിതിയാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? 6 ലോകകപ്പ് ക്രിക്കറ്റ് കളിച്ച ആദ്യ വനിതാ ക്യാപ്റ്റൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ, മിഥാലി രാജ്. മിഥാലി രാജ്. 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ്? 2021 ജ്ഞാനപീഠ അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ്? ആൻസർ ദാമോദർ മൗസോ. ദാമോദർ മൗസോയാണ് 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ്. എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? നമുക്കറിയാം, വളരെ സിമ്പിളായൊരു ക്വസ്റ്റ്യൻ ആണ്. എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? ആൻസർ മീററ്റ്, ഉത്തർപ്രദേശിലെ മീററ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്നാണ് ദേശീയ ശാസ്ത്രദിനം ആചരിക്കുന്നത്? ദേശീയ ശാസ്ത്രദിനം ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഫെബ്രുവരി 28. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്രദിനം ആചരിക്കുന്നത്. ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്? അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത് ഏത് വർഷത്തെയാണ്?
2021. തുർക്ക്മെനിസ്ഥാനിൽ നടന്ന UN അസംബ്ലിയിൽ 2021 അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? പ്രസ്താവനകൾ: ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലിടുക്കും ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നു. ഇതും ശരിയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഖൈബർ ചുരം ഇന്ത്യയെയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഖൈബർ ചുരം ഇന്ത്യയെയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഈ പ്രസ്താവന തെറ്റാണ്. ഖൈബർ ചുരം ഇന്ത്യയെയും പാകിസ്ഥാനെയുമാണ് ബന്ധിപ്പിക്കുന്നത്. ഇന്ത്യയെയും പാകിസ്ഥാനെയുമാണ് ഖൈബർ ചുരം ബന്ധിപ്പിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏത്? താഴെ കൊടുത്തവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏതാണ്? ബ്രസീലാണ്. നമുക്കറിയാം വിസ്തൃതിയിൽ 5-ാം സ്ഥാനത്താണ് ബ്രസീലിൻ്റെ സ്ഥാനം. ഇന്ത്യയുടെ സ്ഥാനം 7-ാം സ്ഥാനത്താണ്. ലോക ജനസംഖ്യയുടെ വിസ്തൃതിയിൽ 7-ാം സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത്. ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ആൻസർ ആനമുടിയാണ് ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി. താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകമല്ലാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകമല്ലാത്തത് ഏതാണ്? ആൻസർ സാംഭാർ തടാകം ലവണ തടാകമാണ്. വൂളാർ തടാകം, ലോക്തക് തടാകം, ദാൽ തടാകം ഇവയൊക്കെ ശുദ്ധജല തടാകമാണ്. അപ്പോൾ ഇവിടെ ആൻസർ ശുദ്ധജല തടാകമല്ലാത്തത് സാംഭാർ തടാകമാണ്. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നർമ്മദ നദിയിലാണ് സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടുകൂടി സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏത്? ജർമ്മനിയുടെ സഹായത്തോടുകൂടി നിർമ്മിച്ച ഇരുമ്പുരുക്ക് നിർമ്മാണശാല. ആൻസർ സി, റൂർക്കേലയാണ് ജർമ്മനിയുടെ സഹായത്തോടുകൂടി സ്ഥാപിച്ച ഇരുമ്പുരുക്ക് നിർമ്മാണശാല, റൂർക്കേല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഛത്തീസ്ഗഡിലാണ് കോർബ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത്. ദേശീയ ജലപാത 2 ഏതൊക്കെ സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ദേശീയപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ആൻസർ സാദിയയെയും ധുബ്രിയെയും ഈ 2 സ്ഥലങ്ങളെയാണ് ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്നത്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെ? നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദിലാണ് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം. നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശിലാണ് നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 20 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് 2023 ചോദിച്ച മറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ വരുന്ന വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.